അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രോതാക്കളെ, നേരത്തെ വളപട്ടണം പാലത്തിൻ്റെ മുകളിൽ തീവണ്ടി നിർത്തിക്കാൻ അത് നമ്മൾ ചാനലിലൊന്നും കണ്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ചാനലാരതൊക്കെ കാണണ്ടേ? ഒരു തീവണ്ടിയല്ല പിടിച്ച് നിർത്തിയതെന്ന് മടവൂർ മഹാനരെ പറ്റി പറഞ്ഞ് കളിയാക്കിയ ട്രോളിയൽ ഈ പറയുന്നവൻ്റെ വിവരക്കേട് എത്രത്തോളം ഉണ്ടെന്ന് അന്നേരം തന്നെ തിരിയും. ഒന്ന് ചിന്തിച്ചാൽ മതി. 970 മുമ്പേ തീവണ്ടി എവിടെയൊക്കെ നിർത്തേണ്ടതെന്നറിയോ? ഒന്നും വേണ്ട, ഇപ്പോഴും നിർത്തും. യാത്രക്കാർ പണ്ട് ഒരു ആചാര്യ പറഞ്ഞ് 50 ഉറുപ്യ ഇയാൾ കയ്യിൽ നിന്ന് വീണുപോയി. പെട്ടെന്ന് മറ്റേ ചങ്ങല വലിച്ച് വണ്ടി അവിടെ എത്തി. പെട്ടെന്ന് ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ആൾ വന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ പൈസ വീണ് പോയി. അവിടെ നോക്കി പൈസ വീണ് പോയി. പൈസ എൻ്റെ പൈസയും നോക്കിക്കണം വെച്ച് വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. ഇതേടെ പത്രത്തിലുണ്ടായിയോ? അത് ആചാര്യ പറഞ്ഞിട്ട് കേട്ടാ. ആ പത്രത്തിലുണ്ടായി. ഇങ്ങനെ വണ്ടി നിർത്തി ആൾ പെട്ടെന്ന് TTR വന്ന് കമ്പാർട്ട്മെൻറ്റിൽ വന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വണ്ടി നിർത്തൽ 1, 2, 10 സ്ഥലത്തൊന്നുമല്ല. ലെവൽ ക്രോസ് അടയ്ക്കാൻ മറന്നു പോയി അവിടെ നിൽക്കണവനോട് വണ്ടി ഇപ്പുറം വന്ന് നിർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞുതരാം. ഇതൊക്കെ കുറേ മുമ്പെയാണ്, 78, 80 കാലഘട്ടത്തിലാണ്. അയാൾ പത്രത്തിൽ കഴിഞ്ഞു. മറ്റവന് പണിഷ്മെൻറ്റ് കിട്ടി, അവിടെ നിൽക്കണവന് പണിഷ്മെൻറ്റ് കിട്ടി. കാരണം സിഗ്നൽ താത്തിയാലാണ് ഈ ലെവൽ ക്രോസ് അടയ്ക്കാൻ കഴിയുക. ആ സിഗ്നൽ താത്തിയാൽ ആ താത്തുമ്പോൾ തീവണ്ടിക്കുള്ള സിഗ്നൽ നേരെയും കിട്ടും, മറ്റേ സിഗ്നൽ ഒഴിവാകുകയും ചെയ്യും. നടക്കാൻ മറന്നു. എന്നിട്ട് നിർത്തിയ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ തുടങ്ങിയിട്ട് 8000 സ്ഥലത്താണ് വണ്ടി ഇടക്കിടക്ക് നിർത്തൽ. പഴയ കാലത്ത് വളപട്ടണ പാലത്തിൻ്റെ മുകളിൽ ഇടക്കിടക്ക് സംഭവിക്കുന്ന ഒന്നാണല്ലോ. എതിരിൽ വരുന്നതിൽ ചിലപ്പോൾ വാഹനം കണ്ടാൽ ദൂരത്തുനിന്ന് തീവണ്ടി അവിടെ നിർത്തി എത്ര ഒരുപാടുണ്ട്, 1, 2 ഒന്നുമല്ല. ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം വിളമ്പാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അന്നത്തെ കുഫാറാക്കൾ പറഞ്ഞ മാതിരി കിട്ടിയ വെക്കൊക്കെ വെച്ച് വിളമ്പൂടുക. പക്ഷെ അതിൻ്റെ അകത്ത് വിവരക്കേട് ഉണ്ട് എന്നുള്ള കാര്യം അറിയാതെ പോവുകയാണ്. അന്ന് പത്രത്തിലുണ്ടായിഞ്ഞോ ചാനലിലുണ്ടായിഞ്ഞോ എന്ന് വെച്ചാൽ എൻ്റെ തപ്പായിട്ട് വിവരക്കേട്. ഷെയ്ഖുന ചെയ്ത പണിയാണ്. ഷെയ്ഖുന ചെയ്തതാ. ഷെയ്ഖുനക്ക് അധികാരം ഉണ്ടായിട്ടാണ് അത് ചെയ്തത്. അധികാരം ഉണ്ടെന്ന് നേരെ ലോക ജനതയ്ക്ക് അറിയിക്കലാണ്. അമ്മാബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. റബ്ബ് ചെയ്തു തന്ന നിഅമത്ത് കാണിക്കലാണ്. ഇതൊന്നും രണ്ടും ഒന്നും അല്ല. അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ ജയിലിൽ പോയിക്കൊണ്ട് അതിനേക്കാണ് വലിയ ഇവിടെ നടത്തിക്കുന്നത്. അതിനേക്കാണ് വലിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിക്കുന്നത്. ഒക്കെ ദീനീ ദഅവയാണ്. ചിലപ്പം വ്യക്തികൾക്ക് ദഅവ ഉണ്ടാകും, സമൂഹത്തിന് ദഅവ ഉണ്ടാകും. അതങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഒക്കെ ദഅവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദഅവ നടത്തിയ എന്താ? ചന്ദ്രനെ വളർത്തിയായിട്ട് കാണിച്ചു കൊടുത്തു. മക്കാമു ശരിക്കും വിശ്വസിച്ചോ? അത് കങ്കട്ട് വിദ്യയാണെന്ന് അവർ വിശ്വസിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരുള്ള താജുദ്ദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ ആദ്യത്തെ പേര് മറ്റൊന്നാണ്. ഞാൻ പറയാൻ ഒരു മടിയുണ്ടായിട്ട് പറയാണ്. താജുദ്ദീൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇവിടെ രാജാവാണ്. അന്ന് 10 ഇന്ത്യ വിലക്ക് വാങ്ങാൻ മാത്രം സമ്പത്ത് ഇന്നും അതിൻ്റെ B സെക്ഷന് 3 സെക്ഷൻ എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുതലുള്ള മനുഷ്യനാണ് ഇതായിട്ട് കണ്ടത്. അന്നത്തെ വിധി പറഞ്ഞു കൊടുക്കുന്ന കണിശക്കാരോടൊക്കെ ചോദിച്ചപ്പം അത് വെറുതെ പൊയ് സ്വപ്നമാണ്. ഇത് നേരിൽ കണ്ടതാണ്. നേരിൽ ചന്ദ്രൻ വളർന്നത് കണ്ടതാണ്. ഇത് പൊയ് സ്വപ്നമാണെന്ന് പോലും അറിഞ്ഞാൽ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയും. അങ്ങനെ അസ്വസ്ഥതയിൽ നിൽക്കുന്ന സമയത്താണ് മക്കത്തു നിന്ന് കച്ചവട സംഘം വന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവരോട് ഈ വിഷയം ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു നബിയുണ്ട്, അവർ ചെയ്തതാണ് എന്ന്, എനിക്ക് അവരൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടുന്ന് യാത്ര പോകുന്നതും. മക്കത്തെത്തി അപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോന്നിട്ടുണ്ട് മദീനയിലേക്ക്. മദീനയിൽ വരികയും കാണുകയും മുസ്ലിമാവുകയും അങ്ങനെ അവിടുന്ന് ആവശ്യപ്പെട്ടതാണ് എൻ്റെ നാട്ടിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നു കിട്ടാൻ. അവരുടെ ആ ഒരൊറ്റ യാചനയുടെ കാരണമാണ് നമ്മൾ കേരളക്കരയിലുള്ള ഇത്രയും ഇസ്സത്ത്. കേരളക്കരയിലുള്ള ദീനീ പ്രവർത്തനത്തെ തൊട്ട് സൗദി അറേബ്യയിലുള്ള അന്വേഷണ സംഘം റിപ്പോർട്ട് കൊടുത്തത് രാജാവിന്, അന്ന് പഴയരാജാവിൻ്റെ കാലഘട്ടത്തിൽ റിപ്പോർട്ട് കൊടുത്തത്
ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും കണ്ടിട്ടില്ല. അതിന് 4 കാരണം പറഞ്ഞ: 1 പള്ളി ദർസ്, 2 അവർക്ക് ഭക്ഷണം കൊടുക്കലും, പള്ളി ദർസിൽ കുട്ടികളെ കൂട്ടിക്കൊണ്ടേ ഭക്ഷണം കൊടുക്കലും അങ്ങോട്ടയക്കലും. അവർക്ക് വേറെ പണിയൊന്നുമില്ല. വേറെ ഒന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് വയത് പറഞ്ഞു കൊടുക്കും. അവരിൽ എന്തെങ്കിലും നാണയത്തൊട്ട് വാങ്ങിയിട്ട് പള്ളി ദർസ് പള്ളിയൊക്കെ പരിപാലിക്കും. അങ്ങനെ 4 വിഷയം പറഞ്ഞു കൊടുത്തിട്ട്. അപ്പം ഈ ഇസ്സത്ത് തുടക്കം താജുദ്ദീൻ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അവരിൽ നിന്നാണ് വന്നത്. അങ്ങനെയാണ് ബദരീങ്ങൾ നമ്മളവിടെ എത്തുന്നത്. നമ്മൾ കോഴിക്കോട് വില്യങ്ങാടിയിൽ 2 ബദരീങ്ങൾ ഇരിക്കുന്നു. സുനാമി ഉണ്ടായ സമയത്ത് കോഴിക്കോട് സുനാമി അടിക്കാഞ്ഞപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയ്ക്ക് വന്നിട്ട് ചർച്ചയ്ക്ക് വന്നോർത്തുനിന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പല പാകിസ്ഥാനി എൻജിനീയർമാരും അങ്ങനെ തന്നെ ആ മേഖലയിൽ കളിക്കുന്ന പാകിസ്ഥാനികൾ, അതുപോലെ തന്നെ സൗദികൾ, അതുപോലെ തന്നെ സിറിയക്കാരൊക്കെ നമ്മളോട് ചോദിക്കുമായിരുന്നു, എന്തേ കോഴിക്കോട് ഒരു പ്രത്യേകത, എന്തേ ഒരു കോഴിക്കോട് പ്രത്യേകത, സുനാമി ഏറ്റവും കൂടുതൽ അടിക്കേണ്ടത് കോഴിക്കോടാണ്, തുടച്ചു നീക്കേണ്ടിയിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചിട്ടില്ല. എല്ലാം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞെടുത്തു, ആടെ ബദരീങ്ങളുണ്ട്, അവിടെ തന്നെ കടലിൻ്റെ കരക്ക് കിടക്കുന്നുണ്ട് ബദരീങ്ങൾ. അതുപോലെ തന്നെ ബദവി എന്ന മഹാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശൈഖ് മാമുക്കോയ തങ്ങൾ പാപ്പുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ട്. ഇതൊക്കെ കടലിൻ്റെ കരക്ക് കൂടിയാണ് കിടക്കുന്നത്. അതേപോലെ അവരിൽ നിന്ന് ദീൻ പഠിച്ച് മനസ്സിലാക്കി ജീവിച്ച അതേപോലെ ജീവിക്കുന്ന ആളുകൾ ഇന്നും അവിടെയുണ്ട്. ഏതെങ്കിലും പീഡിയത്തണ്ണയിലാണ് അവർ കിടക്കൽ. അവർക്ക് സ്വന്തം പോരായിട്ട് ഇടയില്ല. ആടെയിടം കിടക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താത്തൊന്നുമില്ല, പട്ടിണി കിടക്കും. അവർക്കൊരേ ഒരു പണിയേ ഉള്ളൂ, സലാത്ത് ചൊല്ലിയും കൊണ്ടിരിക്കും, ദിക്ർ ചൊല്ലിയും കൊണ്ട് നിൽക്കും. വേറെ പണിയൊന്നും ഓൽക്കില്ല. ഓലങ്ങനെ ജീവിക്കും. അങ്ങനെയാണ് അവർക്ക് ദുനിയാവിനെ തല്ലൊക്കെ ചൊല്ലിയ കുറേ ആളുകൾ ആ ഭാഗത്ത് കാണാം. ഇവലൊക്കെ ഈ ബദരീങ്ങളെ മറികടന്നിട്ട് വേണ്ടേ വെള്ളം ഇങ്ങോട്ട് ചാടാൻ, വേണ്ടേ? അത് നടക്കുന്ന പണി അല്ല എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് പർവ്വതത്തിൻ്റെ മുകളിൽ കാണിച്ചിരിക്കണം. എങ്ങനെയാണ് കാണിച്ചു? ഭൂമി ഇങ്ങോട്ടാണ്, ഈ ഭൂമി കുലുക്കം കൊണ്ട് വന്നപ്പോൾ ആ ടെങ്ങെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ ആരാളുള്ളത് എനിക്കറിയോ? ഒന്ന് അള്ളാഹിൻ്റെ പ്രവാചകനാണ്, 2 സുഹദാക്കളുമാണ്, ഒരു സിദ്ദീഖാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അടങ്ങുന്നത് അടച്ചിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കണോ? അപ്പോൾ ബദരീങ്ങൾ അപ്പുറത്തുണ്ടാകണം, വെള്ളത്തിന് ഇപ്പുറത്തേക്ക് ചാടാൻ കഴിയൂല. നമ്മൾ ഓരോട് നാട്ടിൽ വിശദീകരിച്ചു കൊടുത്ത് ഇങ്ങനത്തെ മനുഷ്യന്മാർ അവിടെ കിടക്കണമുണ്ട്, അതിൽ മറ്റേ സൈസ് മനുഷ്യന്മാരും നടക്കണമുണ്ട്. മെയ്തി സാഹിബൊക്കെ പാടെ തന്നെ എല്ലാം ഉണ്ടായി. അല്ലെ സുനാമി ഉണ്ടാകുന്ന സമയത്ത് മെയ്തി സാഹിബ് അവിടെ അല്ല. ചുരുക്കി പറയാം, അങ്ങനത്തെ മെയ്തി സാഹിബിനെ പോലത്തെ ആളുകൾ ഏത് കാലഘട്ടത്തിലും കോഴിക്കോടുണ്ട്. ചില ആളുകൾ വളരെ കരയുന്നത് കാണാം. ഈ അവസ്ഥ കണ്ടിട്ട് കടപ്പുറത്തും മറ്റും നടക്കുന്ന അവസ്ഥ കണ്ട് കരയുന്നത് കാണാം. എന്തേ അവർക്ക് ഈ മനുഷ്യന്മാരൊക്കെ അവസ്ഥ എന്താണ് നാളെ ആകർത്തി ചെന്നാൽ, ഈ നിലക്കുള്ള ജീവിക്കുന്ന ഈ അതമില്ലാതെ തമ്മാടിത്തരത്തിൽ ജീവിക്കുന്ന ഇവരൊക്കെ നാളെ ആകർത്തി ചെന്നാൽ പോലെ സ്ഥിതി നരകത്തിലേക്ക് പോകണ്ടേ എന്ന് തുറന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ടായിട്ടാണ്. എന്നിട്ട് കാര്യം അവരുടെ ആകർത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് കരയുകയാണ്. ഇവർ കരയുകയാണ്. സമുദായത്തെ ഇത്തോതിൽ മാനം കെടുക്കുന്ന വിഭാഗമായി മാറിയല്ലോ എന്ന് കരയുന്നത് കാണാം. ചുരുക്കി പറയട്ടെ, ഇങ്ങനത്തെ ആളുകൾ അവർക്ക് എന്തും നടക്കും മക്കളെ. അതിനുള്ള അധികാരം അള്ളാഹ് കൊടുത്തതാ, അല്ലാപ്പം നമ്മളാരും കൊടുത്തിട്ട് കിട്ടിയല്ലോ. എന്നാൽ നമ്മൾക്ക് തരാഞ്ഞെന്താണ്? നമ്മളത് ഉപയോഗിച്ചിട്ട് തോന്നിയാസം കളിക്കൂ. നമ്മളത് അള്ളാഹ് തന്നെ എഴുമത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ തോതിൽ പിന്നെ ഇപ്പം സമ്പത്ത് തന്നിട്ട് അതുകൊണ്ട് നമ്മൾ തോതിൽ തമ്മാടിത്തരം കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ളത് തന്നാൽ നമ്മളെ ഗതി എന്താണ്? അപ്പം ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന അധികാരങ്ങളാണ്. അവർ തീവണ്ടി നിർത്തും, അവർ അതുപോലെ തന്നെ എല്ലാം അവർ ചെയ്യും. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇല്ല. അള്ളാഹ് നിശ്ചയിക്കണ്ടേ പറ്റാത്തത് ഇന്നതുണ്ടെന്ന്. അവൻ നിശ്ചയിച്ചെങ്കിലല്ലേ പോൽക്ക് കിട്ടാതായിപ്പോളൂ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞാൽ ഞാൻ കണക്കില്ലാതെ കൊടുക്കുമെന്നാണ്. അള്ളാഹ് കണക്കില്ലാതെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടിയാൽ കിട്ടുമെന്നാണോ അതിൻ്റെ അർത്ഥം? അപ്പോൾ ചുരുക്കി പറയട്ടെ, അതിൻ്റെ ട്രോളിലൊന്നും വേണ്ട, അത് വെറുതെയാണ്. വിവരക്കേട് പറയരുത്. ദീവണ്ടി എത്രയോ സ്ഥലത്ത് നിർത്താറുണ്ട്. ഇതൊന്നും അന്ന് പത്രത്തിലും വരലില്ല, ചാനലിലും വരലില്ല, ഒന്നിലും വരലില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഷെയ്ഖിനെയും നിർത്തിച്ചത്. ഇനി പത്രത്തിൽ വന്നാൽ നമുക്കൊക്കെ സുഖമായിട്ട് കാണായി, അതിനുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോയിന്ന് മാത്രം.
ശരിക്കും ചാനലിലൊക്കെ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ വണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കാർ മൊബൈൽ എടുത്തുങ്ങാണ്ട് അപ്പോഴത്തേക്ക് ചിത്രം പിടിച്ചിട്ട് പിറ്റേന്ന് യൂട്യൂബിൽ വരും. അന്ന് അങ്ങനെയൊന്നും ഇല്ല സംവിധാനം. അങ്ങനത്തെ ഒരു സംവിധാനവും ഇല്ല. ക്യാമറയും ആരെങ്കിലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത്. ഇനി മാനും എന്തേ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പരിഹാരം തരാം. മാന് വന്നിട്ട് കരഞ്ഞു. എന്നിട്ടാ എന്തോ ഒരു കണ്ണീരൊലിപ്പിച്ച് എന്തോ ഒക്കെ നെല്ലണതാണ് കൂടെയുള്ളവർ കണ്ടത്. കൂടെയുള്ള വട്ടിതന്മാർ കാണുന്നത് ഇതാണെന്നൊക്കെ ചെല്ലണം. ഞാൻ പരിഹാരം തരാം എന്നാണ് മഹാനര് പറഞ്ഞത്. മൈസൂർ കാട്ടിൽ വെച്ചിട്ടാണ് സംഭവം. ഉടനെ മാന് വലിയ സന്തോഷത്തിൽ തിരിച്ചുപോയി. മാനിവിടെ വലിയ കോടതിയിൽ പരാതി വരാൻ വന്നതാ. പോയി കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ആ മാനെന്തിനാ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, ഞങ്ങൾക്കറിയില്ല. അതും ഇതൊക്കെ ഒരു കൂട്ടം കളി വെച്ചിട്ട് അത് പോയിക്കുന്നു, ഇത്രയേ ഉള്ളൂ. കണ്ണീര് ഒലിപ്പിച്ചിട്ടാണ് നിന്നത്. അവർ പരാതി പറയാൻ വന്നതാണ്. അവരെ വേട്ടയാടിയിട്ട് ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഞങ്ങൾ കുട്ടികൾ അവരെ വേട്ടയാടുന്നു. വല്ലാതെ വിഷമം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വംശനാശം വരെ വന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നു. അങ്ങനെ ആ ഒരു പരാതി പറയാൻ വന്നതാണ്. ഞാൻ പരിഹാരം കൊടുക്കാമെന്നാണ് അവർ മാനിനോട് പറഞ്ഞത്. 4 ദിവസമേ കഴിഞ്ഞുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഓർഡറാണ് വന്നത്. എന്തൊന്ന്, കാട്ടുമൃഗത്തെ തൊട്ടുപോകരുത്. കാട്ടിൽ വെച്ചിട്ട് ഒരു കിളിക്ക് തട്ടിയാൽ, അന്ന് പറമ്പിക്കുളത്തൊക്കെ ലോറിയായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ പേടിയായി. ഒരു കിളി കുടുങ്ങിയാൽ മതി, ലോറി സീസ് ചെയ്യും. ഒരു കിളി പറഞ്ഞോട് ഈ ഇത് കുടുങ്ങിയാൽ മതി. ആടെ ഒറ്റക്കൊമ്പ ഉണ്ടായി, അതിൻ്റെ അടുത്തുനിന്ന് കളിച്ചെടുക്കൽ, അതിനെന്തെങ്കിലും ഒന്ന് ആക്കാടത്. ചില നേരം 4-5 കിലോമീറ്ററൊക്കെ പതുക്കെ ബാക്കിൽ ഇങ്ങനെ വിട്ടുകൊടുക്കും. ഈ കൊമ്പൻ എന്ന് എടെങ്കിലും ഒന്നാട് സൈഡായി ഇറങ്ങി കിട്ടിയാൽ പിന്നെ വണ്ടി എടുത്ത് പോകും. അങ്ങനെ എത്രയോ പ്രാവശ്യം സംഭവിച്ച. എന്തേ കാരണം? അല്ലാത്തൊക്കെ പണിയുണ്ട്. പണിയില്ലായിട്ടല്ല, ഒരു പ്രാവശ്യം ഒന്നാട് തട്ടിച്ചു കൊടുത്താൽ മതി, പിന്നെ അത് വരൂല. അത് ഉറപ്പ് തന്നെയാണ്. ഒരു പ്രാവശ്യമോ ഒന്നൊന്നായിട്ട് തട്ടിച്ചു കൊടുക്കുക, എന്നാൽ പിന്നെ എന്തുണ്ടാവില്ല, പിന്നെ കൊമ്പം വരൂല, ഒരു കൊമ്പനും വരൂല. ഇതൊക്കെ ഡ്രൈവർമാർക്ക് അറിയാത്ത പണിയല്ല, പക്ഷെ തൊട്ടാലേ ജയിലിലേക്ക് കാലാകാലം ജയിലിലാട്ടായി പോകും. എന്തേ നിയമം വന്നത് എവിടുന്നാണ്? നിയമം വന്നത് ഇവിടുന്ന് മൈസൂർ കാട്ടുകളെ കാർന്ന നിയമം ഓർഡറായത് നടപ്പാക്കിയിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതാണ് ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് വിഷയം പറയുന്നത്. നിയന്ത്രണ അധികാരം മടവൂർ മഹാനയുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ബീരാൻ ഔലിയപ്പാപ്പൻ്റെ കയ്യിലുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോൾ അതിൽ ജീവിച്ചിരിപ്പുള്ളത് ആരാണെന്ന് അറിയില്ലെന്ന് കാന്തപുരസ്താദ പറഞ്ഞത്. ഞങ്ങൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഇല്ലെന്നല്ല, ആരാണെന്ന് കണ്ടിട്ടില്ല എന്നാണ് കാന്തപുരസ്താദ് ശൈഖുനാഥിൻ്റെ 2ാമത്തെ ഉറൂസിന് മടവൂര് വെച്ചിട്ട് പ്രസംഗിച്ചത്. ഞാൻ അന്ന് ആ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ അന്ന് എന്നെ പറഞ്ഞതാണ്, CM നിസ്കരിക്കില്ല എന്ന് ചില ആൾക്കാർ. അന്നേരം പറഞ്ഞത്, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിക്കണ്, ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിക്കണ്. അവിടെ നിസ്കരിച്ചില്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ 24 മണിക്കൂറും ഇടതടവില്ലാതെ നിങ്ങളടുത്തുണ്ടായിരുന്നോ. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടു കൊടുത്ത സന്ദർഭം കൺമീ വെട്ടാതെ അടുത്തുണ്ടായിരുന്നോ എന്നാ സത്യത്തിൽ കാന്തപുരസ്താദിൻ്റെ ആ ചോദ്യം വന്നത്. അത് കാന്തപുരസ്താദ് മഹാനരെ മനസ്സിലാക്കിയ ഔലിയാക്കളൊക്കെ തീർത്ത് മനസ്സിലാക്കിയ മഹാനാണ്. അതുകൊണ്ട് തന്നെ അവരതിനെ പറ്റി അപ്പം നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ശൈഖുന നിസ്കരിച്ചിട്ടുണ്ട്, യാതൊരു സംശയവും ഇല്ല. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരവും പരിശോധിക്കാനുള്ള അധികാരവും ഉണ്ട്. ഞങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കണം. ചുരുക്കി പറയട്ടെ, അധികാരം ലോകത്തെ അവർ നിയന്ത്രിക്കുന്നു. അതിന് ഒരുപാട് പറയാനുണ്ട്. 1, 2, 10, 100 ഒന്നല്ല എൻ്റെ ഹൃദയത്തിലുള്ളത്. ഒരു ദിവസം അടിവാരത്തുനിന്ന് പെട്ടെന്ന് പോലീസ് ജീപ്പിനാ കയ്യാട്ടിയോ. പെട്ടെന്ന് കയറി വണ്ടിയിൽ ഇങ്ങോട്ട് കയറിയിട്ട് വണ്ടി വേഗം വിടുമെന്ന് പറഞ്ഞു. പോലീസുകാരൻ വന്ന് അങ്ങനെ അവിടെ കാണുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. പോലീസുകാർ കയറ്റിക്കൊണ്ടുവന്ന് താമരശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അവിടെ ഇറങ്ങി പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് ടെലിഫോണ്, നിങ്ങൾ ഇവിടെ ഇറക്കിപ്പോയ ചങ്ങായി ഇതാ പാൽപാത്രമൊക്കെ തട്ടി മറിച്ചിക്കണം. ഒരു വേഗം വന്നു നോക്കണേരം പാൽപാത്രം തട്ടി മറിച്ച് വെച്ചിക്കണം പാലുകാരൻ്റെ. വേഗം വന്ന് പെട്ടെന്ന് ദേഷ്യത്തിൽ 2 സംസാരിച്ചു. അനാവശ്യം പറയരുത്, ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് അവനാണ്, അവൻ്റെ പാൽപാത്രം പരിശോധിക്കൂ.
പോലീസുകാർ പോയിട്ട് അതിൽ നോക്കണ അതിലുണ്ട് ചത്ത അരണ ഏറെക്കുറെ പകുതി തീർന്നിക്കണം. ഈ പാത്രം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. പെട്ടെന്ന് വന്നിട്ട് മാപ്പ് അറിയാ ചെയ്തത്. മറ്റവനെ പിടിച്ച് അവൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അവർ എവിടെ ഇല അളയാലും കാണും. അത് കാന്തപുരസ്ഥായി തന്നെ കാണിച്ചു കൊടുത്തതാണ്. വാദപ്രതിവാദത്തിന് പോകാൻ വേണ്ടി പാലക്കാട് വാദപ്രതിവാദത്തിന് കാണാൻ പോകുന്ന സമയത്തൊന്ന് കണ്ടു പോകണമെന്ന് ആഗ്രഹിച്ച് പല ഭാഗത്തും അന്വേഷിച്ച് പോയി നോക്കി, കണ്ടില്ല. പക്ഷെ മഹാനരാണെന്ന് കാണുന്നുണ്ട്. പിന്നെ എന്തേയാണെന്ന് അന്നേരം ഉത്തരം കൊടുക്കാണ്ടെന്ന് അതിനൊരു കാരണമുണ്ട്. അല്ലാഹുത്തആല നൽകിയ ആ അധികാരങ്ങളും ഗുണങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെ ലോകത്തെ അറിയിക്കണം. ഇങ്ങനൊരു വിഭാഗം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണം. അതുകൊണ്ടാണ് അന്നേരം കൊടുക്കാഞ്ഞത്. അപ്പം എന്താക്കി, പാലക്കാടുള്ള പിന്നെ ആ മക്കാമിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് കയറി സിയാറത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മറ്റാൾ വന്നു. ആര്? ഖാദിമ വന്ന് ഉടനെ പറഞ്ഞു, പിന്നെ CM ഉസ്താദ് അയച്ചതാണ്, നിങ്ങളോട് വാദപ്രതിവാദത്തിന് പോകാൻ പറഞ്ഞിട്ട് വിജയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് എല്ലാ സ്റ്റേജുമെന്നും പറയുന്ന ഒരു വിഷയമാണത്. ബസ്സിന് വലിയ എടുത്തൊക്കെ കൂടെ അല്ല, എനിക്ക് പൈസയും തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയാണിത് ജോയിൻ്റ് ആകുക ഇവർ തമ്മിൽ? എപ്പോഴാണിത് കൊടുക്കേണ്ടത്? കാന്തപുരം ഉസ്താദ് എവിടെയൊക്കെ ചരിക്കുന്നുണ്ട്? എന്നിട്ട് എപ്പോഴാണ് മക്കാമിലെത്തുക? ഒക്കെ മഹാനർക്ക് കോഴിക്കോട് വെച്ച് കാണുക. കോഴിക്കോട് വെച്ച് മഹാനർ കോഴിക്കോട്ടോ ഏതോ ഒരു ഭാഗത്ത് വെച്ച് കാണുക. അന്ന് നടക്കുന്ന കാലഘട്ടമാണല്ലോ. കണ്ട് യോജിപ്പിച്ചു കൊടുത്തു. ഇതാരോടെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ തുല്യതയില്ലാത്ത പണ്ഡിതൻ്റെ മുമ്പിലാണ് കാണിച്ചു കൊടുത്തത്. നിൻ്റെ മുമ്പിലല്ല കാണിച്ചത്, തുല്യതയില്ലാത്ത പണ്ഡിതൻ്റെ മുമ്പിലാണ് കാണിച്ചു കൊടുത്തത്. ഞാൻ കാണും, എനിക്ക് അധികാരങ്ങളുണ്ട്. ഇതൊന്നും മാത്രമാണോ? സാലുഖാൻ്റെ ഞാൻ പറഞ്ഞില്ലേ, സാലുഖാനോട് വേറൊരു പടി ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സാലുഖാൻ്റെ പരിപ്പിൻ്റെ കഥ വേറെ ഒന്നും പറഞ്ഞാണ്. അതേ സാലുഖാനെ ബാപ്പക്ക് 2 പാണ്ഡ്യാലുണ്ടായിരുന്നു. ഒരു ഭാഗം വന്നപ്പം മറ്റൊരു ഇയാൾക്ക് കൊടുക്കൂല എന്നുള്ളൊരു തീരുമാനം. ഇയാൾ നേരെ കോഴിക്കോട് വന്നിട്ട് പരാതി പറഞ്ഞു. ഉടനെ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് പാണ്ഡ്യാലാണ് വേണ്ടതെന്ന്. ഉടനെ വേദനയോടുകൂടാട്ട് പറഞ്ഞു, അവരെനിക്ക് തരൂല, ഇവിടെ നിന്നാണ് തരുന്നത്, ഞാനാണ് തരുന്നത്, ഏതാ വേണ്ടത്. അപ്പോൾ പാണ്ഡ്യാലായിട്ട് അറിഞ്ഞു കൊടുത്ത് രാത്രിയാകുമ്പോഴത്തെ കുടുംബക്കാർ പോലെ, മോനെ എനിക്ക് പാണ്ഡ്യാല തരാം, എനിക്ക് ഏതാ വേണ്ടത് ഇന്നത്. അപ്പം പാണ്ഡ്യാല ഇപ്പോഴും കച്ചവടം ചെയ്തുകൊണ്ട് കണ്ട് താലൂക്ക ചെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. അയാളാണെന്ന് അയാൾ എന്നോട് പറഞ്ഞാണ് എൻ്റെ ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അധികാരം ആ സാലുഖാനോട് തന്നെയാണ് പരിപ്പ് പൂത്തിവെച്ചപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ് വന്നത്. പൂത്തിവെപ്പുകാരൊക്കെ സൂക്ഷിക്കണം, പാണ്ഡ്യാലൊക്കെ പരിശോധിക്കണം, ഗോഡൗണ് പരിശോധിക്കണം, പൂത്തിവെച്ച മുതലുണ്ടെങ്കിൽ അവരെ പേരിൽ കേസെടുക്കണം. നിയമം പോയത് എവിടുന്നാണ്? കോഴിക്കോട് നിന്ന്. നടപ്പാക്കിയാരാണ്? കേന്ദ്ര ഗവൺമെൻറ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം അമേരിക്കയുടെ ഒരു വിഷയം പറയുന്നത് കേട്ടുകൾ. അവിടെ എന്തോ ചെറിയൊരു ആൾക്ക് ശല്യം ചെയ്യുന്ന നിയമം വന്നപ്പോൾ ഇതൊക്കെ നോക്കാൻ അവനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നോക്കാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് വെച്ച് പിറ്റേന്ന് തന്നെ ഒരു മാറ്റി പറഞ്ഞിരിക്കാന്നുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഏരിയത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അമ്മതേക്കാക്ക് തീപ്പെട്ടി കമ്പനി, എൻ്റെ നാട്ടിൽ എൻ്റെ പരൻ്റെ എത്ത് തന്നെയുള്ള തീപ്പെട്ടി കമ്പനി നടത്തുന്ന അമ്മതേക്കാന്ന് പറഞ്ഞാണ്ട് അവിടെ അവരുടെ വീട്ടിലൊക്കെ വന്ന് താമസിക്കുന്ന മഹാനർ. അവിടെ ഒരു കിണറുണ്ട്, മന്ത്രിച്ച് വെള്ളം പറഞ്ഞു കൊടുത്തു. അതിൽ വെള്ളമുണ്ട്. അതിൽ വെള്ളം മുക്കിക്കൊണ്ടുപോയിട്ട് പല വെള്ളമില്ലാത്ത കിണറിൽ ഒഴിച്ച കാരണം കൊണ്ട് അതിലൊക്കെ വെള്ളം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വേറെ വിഷയം. ആ അമ്മതേക്കാക്ക് സൂപ്പർ ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് ഇങ്ങോട്ട് എഴുതി കൊടുത്തു. ടാക്സുകാർ ഇങ്ങോട്ട് കയറിയിട്ട് കണക്കപ്പെടാത്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇയാൾ ആകെ ടെൻഷൻ അടിച്ചു. ഇയാൾ ആ കമ്പനിയും പറമ്പും വിറ്റാലും ആ ഫൈൻ എഴുതി കൊടുത്തത് അടയ്ക്കാൻ ഇയാൾക്കൊണ്ട് കഴിയില്ല. നേരെ കോഴിക്കോട് ഒന്ന് പേപ്പറുമായിട്ട് അമ്മതേക്ക നേരിട്ട് എന്നോട് പറഞ്ഞാൽ മൂപ്പര് മരിച്ചു ഏതായാലും നമ്മൾ കൂട്ടിയാൽ കൂടില്ല. അയാൾ വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞ കഥയാണ്. സേവനയായിട്ടുള്ള ബന്ധം കാരണം കൊണ്ട് അവർക്ക് എന്നോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു ആ കാലത്ത്. അങ്ങനെ ചുരുക്കി പറയാ, പേപ്പറായിട്ട് അടിച്ചതൊന്ന് സേവനക്കാർക്ക് കാണിച്ച് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട്, എനിക്ക് ഞാൻ വിഷമത്തിലാണ്. പേപ്പറും കൊണ്ട് വാങ്ങി അന്നേരം തന്നെ കീറി കൊട്ടയിൽ കട്ടച്ച്. ഇതൊന്നും നോക്കാൻ ഇവിടെ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ തന്നെ കീറിയതായോട്ട് അട്ടച്ച്. അമ്മതേക്കാ പറയണത്, ഇപ്പോൾ 28 കൊല്ലമായി ഇതുവരെ ആരും എൻ്റെ അടുത്തേക്ക് ആ പൈസയും ചോദിച്ച് വന്നില്ല. അപ്പം അനീതി അമ്മതേക്കാനോട് കാണിച്ചു. അത് കോടതിയിൽ കേസെത്തി, ഓഫാക്കി. ഇങ്ങനെ 1ഉം 2ഉം 10ഉം 100ഉം 1000ഉം 10,000 എന്നല്ല നമുക്ക് പറയാനുള്ളത്. ഒരു അസിസ്റ്റൻ്റ് കളക്ടറുമായിട്ട് പ്രശ്നം വന്ന് വിഷമം വന്നതിൽ അവസാനം അതപ്പം അടുത്ത് മടവൂർ വന്നിട്ട് കരഞ്ഞു അവർ. സുപ്രീം കോടതിയിൽ നിന്ന് വിധി എതിരെ വന്നു. ബാക്കി എല്ലാ കോടതിയും എതിരിലായിപ്പോൾ ഈ വിധി വന്നു.
പിറ്റേന്ന് പിന്നെ സുപ്രീം കോടതിൻ്റെ വിധി വരാൻ കിടക്കുക. അപ്പം അതിനൊന്ന് കരഞ്ഞു ചെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് കോടതിയിൽ ചെന്ന് നോക്കണേരം മറ്റോലെ പേരിൽ കേസാട്ടെടുത്ത് ഇത് നിങ്ങളെ പുരയിലെ ജോലി ചെയ്യിക്കാനല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ് നിശ്ചയിക്കുന്നത്, പുരയിലെ പണിയെടുപ്പിക്കാനല്ല, മറ്റാൾക്ക് പണിഷ്മെൻറ്റാണ് കൊടുത്തത്. ഇയാൾക്ക് ഉയർന്ന ഉദ്യോഗവും ഉയർന്ന തസ്തികയും മുൻകാല പ്രാബല്യത്തോടു കൂടെ എല്ലാ ആനുകൂല്യവും. മടവൂരിന്നാ പാസ്സായത്. ചെയ്തത് തെറ്റ് അന്നത്തെ കലക്ടർ ഇയാളോട് വീട്ടിലെ വേല പറഞ്ഞാളും. ഇയാളാണ് നല്ല ലോക പണക്കാര മോനുമാണ്. അതിൽ നിന്നുണ്ടായത്. അപ്പം അടുത്ത് പിന്നെ അവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞ സംഭവമാണ്. ആ വൈദ്യരാണ് ആ സംഭവം എന്നോട് അറിഞ്ഞത്. അവിടെ നിൽക്കുന്ന ആ വൈദ്യർ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അപ്പം അടുത്തുള്ള രഹസ്യം അപ്പം പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ മഹാനരുടെ ആ അധികാരവും ഇനിയും കഴിഞ്ഞിട്ടില്ല. എത്ര ആളുകൾക്ക് എന്തല്ല. ഒരാൾ ഒരു ദിവസം കരയുന്നതാണ് എനിക്ക് പോരണ്ടായില്ല, എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ നിങ്ങളാണ്, ഞാൻ കല്യാണം കഴിക്കൂല ഇനി, ഇപ്പം ഞാൻ കുടുങ്ങി ഖബറിലേക്കാണ് വിളിച്ചറിഞ്ഞത് പോയിമാനോ, എനിക്ക് പൊരയില്ല, മക്കളെ പോറ്റാൻ കഴിയില്ല, ബുദ്ധിമുട്ടായി നടക്കുകയാണ്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെയെല്ലാം കൂടി പറഞ്ഞ് ഇങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നടന്ന് വെറുതെ ആ പിന്നെ ഗ്രൗണ്ടിൽ കാട്ടെത്തിയപ്പോൾ ഒരു ആരാരം വന്ന് നിർത്തി. എന്തായാലും നിങ്ങൾക്കൊരു വിഷമമെന്ന് വെച്ച് ഇയാളോട്. ഒന്നുമില്ല, പൊരല്ലാത്ത ബേജാറ് ഇവിടെ പറയാൻ വന്നിക്കാണ്. നിങ്ങൾക്ക് പോരെന്ന് വെച്ചു. പോരാ എന്നാൽ ഞാൻ ഉണ്ടായി തരാമെന്ന്. മറ്റേ ലോകം പണിയ പണക്കാരനാണ് വന്ന് നിർത്തിയത്. അത് ഞാൻ ഉണ്ടായി തരാമെന്ന്. അഡ്രസ്സൊക്കെ വാങ്ങി വേഗം പോയി കാര്യമൊക്കെ അയാൾ വരെ ഉണ്ടാക്കി. പറഞ്ഞത് എവിടേക്കാ? കവറിനുള്ളിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഞാൻ കല്യാണം കഴിക്കൂല. ഇപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ വിഷമായി, ഞാൻ സ്വീപ്പായില്ലേ വെച്ചിട്ട് പോന്ന് ഇപ്പം വന്ന് നോക്കണ പുരവാസായി. എത്ര ആളുകൾക്ക് 1, 2, 10, 100 കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കട്ടപ്പന എന്നൊരു മൊയിലാർ അങ്ങനെ പറന്ന് വന്നിക്കണം. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇയാളെ സങ്കടം കണ്ടപ്പോൾ ഞാൻ വെറുതെ കാര്യം ചോദിച്ചു നോക്കിയാൽ എന്താണ്. ആൾ കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ ജ്യേഷ്ഠന്മാരും ഞങ്ങളെല്ലാവരും വീടും ഒലിച്ചു പോയി. എൻ്റെ വീട് ഞാനിങ്ങനെ നോക്കി സ്വയഹുനാന രാത്രിയിൽ ഞാൻ വിളിച്ചു, അത് കണ്ട് സഹിക്കാൻ കഴിയാതെ. അപ്പുറത്തുനിന്നൊക്കെ വീട് ഒലിച്ചു പോവുക. അങ്ങനെ ഞാൻ വിളിച്ചു. എൻ്റെ വീട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്, പോയിട്ടില്ല. ഞാൻ അതിൻ്റെ പേരിൽ രാവിലെ തന്നെ ആണ് 110 കിലോമീറ്റർ വയൽക്കണ്ടത്ത് കൂടിയ വണ്ടി ഓടിക്കണമായി മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടാണ് ഞാൻ എറണാകുളത്ത് എത്തിയത്. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടി കയറി പോന്നിക്കാണ്. എന്നോട് നേരിട്ടൊരു ഒരു മൊയിലാർ പറഞ്ഞാണ് അന്ന്. എൻ്റെ വീടിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ ജ്യേഷ്ഠന്മാർക്കും അതുപോലെ തന്നെ എൻ്റെ കുടുംബക്കാർ പല ആളുകളുടെ വീട് ഒലിച്ചു പോയി. റോഡില്ല, ഒന്നുമില്ലാതെ പോയി.